നമസ്കാരം. ഗസയിൽ കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ഒന്ന് ചെയ്താലും മതിയാകില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ. ഇപ്പോൾ ഗസയിൽ വീണ്ടും കൂട്ടക്കുരുതികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യവും ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ തന്നെ 40 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയണം. ആയിരക്കണക്കിന് ഫലസ്തീനുകൾ കടുത്ത പട്ടിണിയും പോഷകാഹാരവും കുറവ് കാരണമെന്നും അത് നേരിടുന്നുവെന്നും UN അറിയിക്കുകയും ചെയ്തു. ഗസയിലെ മാനസിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അടിയന്തരമായി തന്നെ UN രക്ഷാസമിതി ചേരണമെന്ന് ബ്രിട്ടനും ഫ്രാൻസും പ്രതികരിച്ചു. വെടിനിർത്തൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ തന്നെ ഈജിപ്ത് സംഘം ദോഹയിലേക്ക് പുറപ്പെട്ടു. ഗസയിലേക്ക് സഹായം അനുവദിക്കണമെന്ന മനുഷ്യാവകാശ സംഘടനകളുടെ ആവശ്യം ഇസ്രായേൽ സുപ്രീം കോടതിയെ തള്ളി. അതിനിടയിൽ തന്നെ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യമനിലെ നിരവധി ഹൂതി നിയന്ത്രണങ്ങളിലുള്ള പ്രദേശങ്ങളിൽ US സൈന്യം ആക്രമണം നടത്തുകയും ചെയ്തു. ആകെ 37 വ്യത്യസ്ത ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതിൽ 8 ആക്രമണങ്ങളിൽ അമ്രാൻ ഗവർണറേറ്റിൽ ഹാഫ് സുഫിയാൻ ജില്ലയിൽ തന്നെയാണ് ബ്ലാക്ക് മൗണ്ട് പ്രദേശത്ത് ലക്ഷ്യമിട്ടിരുന്നത്. ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വടക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് വക്താവ് കൊല്ലപ്പെട്ടതായി തന്നെ റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അബ്ദുൽ ലത്തീഫ് അൽ ഖനൂവയാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ, അതായത് ഇന്നലെ പുലർച്ചെ ജബലിയയിലെ ദററിൽ കഴിയവെയാണ് ഈ ആക്രമണം എല്ലാം തന്നെ സംഭവിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ആക്രമണത്തിൽ തന്നെ പരിക്കേറ്റതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളായി തന്നെ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയതെന്നും പറയുന്നു. ഗാസ സിറ്റിയിലെ അസ് സഫ്താവി പ്രദേശത്തെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 2 മാസത്തെ വെടിനിർത്തൽ അവസാനിപ്പിച്ച് മാർച്ച് 18-നാണ് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത്. ഇതിനകം തന്നെ 100-ലേറെ പേരാണ് കൊല്ലപ്പെട്ടതും. ഇതിൽ മുതിർന്ന ഹമാസ് നേതാക്കളുമുണ്ട്. ഞായറാഴ്ച തെക്കൻ ഗസയിലെ ഖാൻ യുനീസിലെ നാസർ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസിലെ ധനകാര്യ സ്ഥാപനങ്ങളുടെ തലവൻ ഇസ്മായിൽ ബർഹൂം ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതേ ദിവസം തന്നെ ഖാൻ യുനീസിലെ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ ഹമാസ് രാഷ്ട്രീയ നേതാവും ഫലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവുമായ സലാഹ് അൽ ബർദവിയിലും ഭാര്യയും കൊല്ലപ്പെട്ടു. ഇരുവരും ഹമാസിന്റെ 20-അംഗ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങളായിരുന്നു. 20 അംഗങ്ങളിൽ 11 പേരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി റോയിറ്റേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകന് വൈകാരികമായി വിടചൊല്ലി പിതാവ് മകന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ലോകത്തോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്ന പിതാവിന്റെ ദൃശ്യങ്ങൾ നോവായി മാറുന്നുണ്ട്. മകന്റെ കൈകളിലേക്ക് മൈക്ക് ചേർത്ത് വെച്ചാണ് എഴുത്തേൽക്കാനും അതുപോലെ സംസാരിക്കാനും പിതാവ് ആവശ്യപ്പെടുന്നത്. തന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫലസ്തീൻ മാധ്യമ പ്രവർത്തകനായ മുഹമ്മദ് മൻസൂറിന്റെ പിതാവാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. എഴുന്നേൽക്കൂ, നീ ലോകത്തോട് സത്യം പറയൂ, ഈ മൈക്കുകൾ പിടിക്കൂ, നീ സംസാരിച്ചുകൊണ്ടേയിരിക്കൂ. ഞാനൊരു മാധ്യമ പ്രവർത്തകനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. എങ്കിൽ എനിക്ക് സംസാരിക്കാമായിരുന്നില്ലേ? ഈ ലോകത്തോട് പറയാമായിരുന്നില്ലേ? നിന്റെ ജോലി എനിക്ക് തുടരാമായിരുന്നില്ലേ? ഇതാണ് ദൃശ്യങ്ങളിൽ മൻസൂറിന്റെ പിതാവ് പറയുന്നത്. ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ ഫലസ്തീൻ ടുഡേയിൽ മാധ്യമപ്രവർത്തകർ മുഹമ്മദ് മൻസൂറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തി.